തൊണ്ടയ്ക്കെല്ലാം ഇടയ്ക്ക് എനിക്ക് ടോൺസൈറ്റിസിൻ്റെ അസുഖം ഉണ്ടാകാറുണ്ട്. തൊണ്ടയെല്ലാം പഴുത്തിട്ട് എനിക്ക് സംസാരിക്കാൻ പോലും വയ്യാതെ അതിൻ്റെ കൂടെ ചുമയുമായപ്പം ഭയങ്കരമായിട്ട് തൊണ്ട പഴുത്തിട്ട് പുകയുമായിരുന്നു, നീർ പുകയുമായിരുന്നു. അങ്ങനെ ഇവിടെ വന്നിട്ട് ഞാൻ ധ്യാനം കൂടിക്കൊണ്ട് സ്തുതിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ വന്ന ദിവസം മുതലേ എനിക്ക് തൊണ്ടയുടെ ആ പ്രശ്നവും വേദനയോ പുകച്ചിലോ ഒന്നും ഉണ്ടായില്ല. അത് ഇന്നലെ ഇവിടെ അച്ഛൻ ഇവിടെ വിടുതലിൻ്റെ സ്തുതിപ്പ് നടത്തിക്കൊണ്ടിരുന്നപ്പോഴേക്കും ഭയങ്കരമായിട്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിക്കാൻ പറഞ്ഞു. അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഛർദ്ദിൽ പോലെ വന്ന് അപ്പോൾ ഞാൻ ഓർത്ത് എനിക്ക് തോന്നുന്നതായിരിക്കും വിചാരിച്ചു. പിന്നെ ഞാൻ ആ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പിന്നെ സ്തുതിച്ചു, പിന്നെയും ഛർദ്ദിക്കാൻ വന്ന് അങ്ങനെ 2 വട്ടം കഴിഞ്ഞാൽ അവർക്ക് ഇല്ലായിരിക്കും, അങ്ങനെ വരുന്നതേ ഉള്ളായിരിക്കും. പിന്നെ ഞാൻ ഒന്നുകൂടി അങ്ങനെ സ്തുതിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ വായിൽ ഛർദ്ദിൽ വന്ന് അപ്പോഴും പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാതെ ഞാൻ അവിടെ നിന്നവരെ എല്ലാം തള്ളി മാറ്റി ഓടി പുറത്തു പോയി ഛർദ്ദിച്ചപ്പോഴും ഞാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ടിരിക്കുക, ഛർദ്ദിച്ച് അവിടെ തന്നെ നിന്നിട്ട് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് സിസ്റ്റർ ഇവിടെ അത് കഴിഞ്ഞ ഉടനെ ഇവിടെ ആരാധനയുടെ സമയത്ത് വിളിച്ചു പറഞ്ഞു ഈ അസുഖമുള്ളൊരു കൊച്ചിനെ ഇവിടെ കർത്താവ് സുഖപ്പെടുത്തുന്നതാണ്. ഇത് ഞാൻ തന്നെയാണ്. എൻ്റെ പേര് സിസ്റ്റർ കൃപ, ഞാൻ വായ്പൂരിൽ നിന്ന് വരുന്നു. എനിക്ക് 4 മാസമായിട്ട് എൻ്റെ ഇടത്തെ കാലിൻ്റെ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. അപ്പം മുട്ട് കുത്താൻ നടക്കാൻ നേരം ഒന്നും കുഴപ്പമില്ല, മുട്ട് കുത്താൻ നേരം ഭയങ്കരമായിട്ടുള്ള വേദനയായിരുന്നു. അപ്പം ഞാൻ ഇന്നലത്തെ വിടുതലിൻ്റെ പ്രാർത്ഥനയുടെ സമയത്തും ഈ കാലിൻ്റെ മുട്ടിൻ്റെ വേദനയെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ വൈകിട്ട് വരെ എനിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും തോന്നിയില്ല. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്ന് മുട്ട് കുത്തി നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ഇടത്തേക്കാലിൻ്റെ വേദന മാറി, അത് വലത്തേക്കാലിലേക്ക് മാറിയിട്ട് എനിക്ക് എന്തോ ഒരു ശക്തമായ ദൈവത്തിൻ്റെ പ്രവർത്തനം ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും പ്രാർത്ഥിച്ചു, ഇപ്പോൾ എൻ്റെ ഇടത്തേക്കാലിൻ്റെ വേദന പോയിട്ട് ഇപ്പോൾ വലത്തേക്കാലിലായല്ലോ, ഇത് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈശോയോട് പിന്നെയും പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഈ കുർബാനയുടെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അതിനുശേഷം എനിക്ക് വേദനയില്ല, 2 കാലിലെ വേദന. എൻ്റെ പേര് മെർലിൻ സെന്നി, ഞാൻ സെൻറ് ജോസഫ് കോൺഗ്രിഗേഷനിലെ പോസ്റ്റ്ജന്റ് വിദ്യാർത്ഥിനിയാണ്. എനിക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമതായിട്ട് ഇവിടെ അനുതാപ ആരാധനയുടെ സമയത്ത് ദിവികാരനാഥനെ എഴുന്നള്ളിച്ച് വെച്ചപ്പോൾ ആ തിരുവോസ്തിയിൽ ഒരു ചിറക് വിരിച്ച് നിൽക്കുന്ന പ്രാവിനെ എനിക്ക് കാണാൻ സാധിച്ചു. ആ പ്രാവ് എൻ്റെ അടുക്കിലേക്ക് ഇങ്ങനെ പറന്നു വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അതോടൊപ്പം തന്നെ എനിക്ക് 1 വർഷത്തോളം മിച്ചമായിട്ട് വോക്കൽ നൊഡ്യൂൾസ് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു. എന്തെങ്കിലും കുറച്ച് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഉടനെ സൗണ്ട് ഇല്ലാണ്ടാകും. എന്നിട്ട് ഈ മുഖക്കുരു പൊട്ടിയ രാണി പുറത്തു വരുന്ന രീതിയിൽ ഒരു വസ്തു ഇങ്ങനെ തൊണ്ടയിൽ നിന്ന് പുറത്തോട്ട് വരുമായിരുന്നു. പിന്നെ എനിക്കൊരു അക്ഷരം പോലും മിണ്ടാൻ വരാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സിസ്റ്റർ ആദ്യം നെഞ്ചിരിച്ച് എണ്ണ കുടിക്കാൻ തന്നു. അത് കഴിഞ്ഞ് നെഞ്ചിരിച്ച് ഹന്നാൻ വെള്ളം കുടിക്കാൻ തന്നു. എന്നിട്ടൊന്നും എനിക്ക് കുറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ എനിക്ക് പുറത്തോട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു. അച്ഛൻ എനിക്ക് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, ഇനി പേടിക്കാനൊന്നുമില്ല, അത് കുറഞ്ഞോളും എന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് ഇതേവരെ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ സൗണ്ടിനൊരു പ്രോബ്ലം എനിക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ പേര് സെലി. എനിക്ക് 12 വർഷമായിട്ട് ഭയങ്കര നടുവേദനയായിരുന്നു. ഞാൻ ഡോക്ടർമാരെ എല്ലാം കണ്ടു, പല ട്രീറ്റ്മെൻറ്റ് എടുത്തു, എക്സ്റേ എടുത്തു, അവസാനം MRI സ്കാൻ എടുത്തു കഴിഞ്ഞപ്പം ഡോക്ടറിനോട് പറഞ്ഞു എനിക്കൊന്നും ചെയ്യാനില്ലെന്ന്. അന്നേരം തന്നെ ഡോക്ടറുടെ റൂമിൽ ചെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയാൽ ഈശോ എന്നെ രക്ഷിച്ചു എന്ന്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ 10 വർഷമായിട്ട് ബെൽറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നത് ബെൽറ്റ് ഇട്ടുകൊണ്ടാണ്. ഇപ്പം ഞാൻ ഇന്നലെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ട് നടുവേദനയായിരുന്നു. ഇപ്പം ഞാൻ സിസ്റ്ററിനെ കണ്ട് പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞപ്പം ഇനി ബെൽറ്റ് യൂസ് ചെയ്യരുത്, എനിക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. യേശുവേ സ്തോത്രം. എൻ്റെ പേര് ഷെറിനാണ്, ഞാൻ വരുന്ന ഏറ്റുമാനൂരിനാണ്. എനിക്ക് സാക്ഷ്യത്തിൻ്റെ കൂടെ അച്ഛൻ വൈകുന്നേരം സഹനത്തെക്കുറിച്ചൊരു കാര്യം വന്നപ്പോൾ എനിക്ക് തോന്നിയതാണ് മൈക്കിൽ മേടിച്ച് അച്ഛൻ സംസാരിക്കണം. ആഴ്ചയിൽ എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് മദ്യപാനത്തിന് കണ്ടിന്യൂസ് മദ്യപാനം എങ്കിലും ഇടയ്ക്കൊരു സമയം ഉണ്ടായിരുന്നെങ്കിലും എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ കുട്ടിയായതിനു ശേഷം കൺട്രോൾ ഇല്ലാതെ സ്റ്റാർട്ടിങ് തുടങ്ങി, രാവിലെ തൊട്ട് പോയി ഉച്ചയ്ക്ക് തൊട്ട് വൈകിട്ട്. പക്ഷെ വീട്ടിൽ എനിക്കൊരു കുറവുമില്ല, ഒന്നിനും കുറവില്ല. ഞാൻ വീട്ടിലെൻ്റെ ആങ്ങളമാരോട് പറയാൻ നോക്കുമ്പോൾ അവരുടെ മദ്യപാനം, അവർ പിന്നെ ഡൈവേഴ്സിൻ്റെ കാര്യങ്ങളോട് പറഞ്ഞു. പക്ഷെ എനിക്കൊട്ടും അത് ആലോചിക്കാൻ പോലും പറ്റിയില്ല. ഞാൻ ദൈവത്തിൻ്റെ സന്നിധി ഇരുന്ന് പ്രാർത്ഥിച്ച് ഉപവാസം 3 ദിവസം വെള്ളം മാത്രം കുടിച്ച് ഞാൻ ഉപവാസം എടുത്തു. കാര്യം നിന്നോളിച്ച് പ്രാർത്ഥിച്ച് വട്ടായലച്ചൻ്റെ ഈ TV-യിൽ വരുന്ന പ്രോഗ്രാമൊക്കെ വെച്ചു. പക്ഷെ എനിക്ക് പുള്ളിക്കാരൻ കുടിച്ചിട്ടിടുമ്പം ഇതിനെപ്പറ്റി ഞാനൊന്നും പറയാട്ടെ, ഒന്നും ചെയ്യുന്നില്ല. 2 വർഷം 3 വർഷം ഇനി ഞാൻ സഹിച്ചു. ഒരു ദിവസം
രാവിലെ എല്ലാ ദിവസവും പിന്നെ വെളുപ്പിന് ഷാപ്പിൻ്റെ മാളത്തൊക്കെ ക്യൂ നിൽക്കുന്ന ഒരു ഇതായി. അങ്ങനെ എൻ്റെ ആളെന്നോട് പറഞ്ഞു വെളുപ്പിന് 4 മണിക്കൊക്കെ പിന്നെ എഴുന്നേറ്റ് പോകുന്ന നീ അറിയുന്നില്ല. ഞാൻ അറിയുന്നില്ല, നമ്മൾ ഇങ്ങനെ പോയി ക്യൂ നിൽക്കുക, നിനക്ക് പറ്റുന്ന ബന്ധമാണോ, നീ എന്നെ തീരുമാനിച്ചത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് മേടിച്ചെടുക്കുമെന്ന് ഞാനത് തീരുമാനിച്ച് എങ്ങനെയെല്ലാം ഞാൻ പ്രാർത്ഥിച്ചു. കണ്ണുനീരും വെളുപ്പിന് 3 മണിക്കൊക്കെ എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവസന്നിധി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ കുഞ്ഞു വന്നാൽ എൻ്റെ കണ്ണുനീര് തുടച്ചുകൊണ്ടിരിക്കുക എപ്പോഴും. മമ്മി കരയാതെ പ്രാർത്ഥിക്കും, ദൈവം കേൾക്കും. എന്നാലും എനിക്ക് കിട്ടുന്നോടം വരെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ദിവസം രാവിലെ കണക്ക് എഴുന്നേറ്റ് ഷർട്ടും മുണ്ടുവിട്ട് പുറത്തോട്ടിറങ്ങി. രാവിലെ ഒരു അമ്മ ചോദിച്ചു നീ ഇവിടെ കൂടാം, ഇന്ന് ഞാൻ പഴം മേടിക്കാൻ പോകുന്നു. അങ്ങനെ പഴം മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. നമുക്ക് പോയി ബൈക്കിൽ അങ്ങ് പോയി. 1.25 മണിക്കൂർ കഴിഞ്ഞ് പഴം കൊണ്ട് ആൾ വരുന്നില്ല. പിന്നെ ഒരു ഫോൺ വന്ന് അതിലോട്ട് വീട്ടിലോട്ട് പുള്ളി കണക്ക് ബൈക്ക് ആക്സിഡൻ്റായി, മെഡിക്കോളല്ല പെട്ടെന്ന് ചെല്ലാൻ. എനിക്ക് ഒന്നും ഓർക്കുന്നില്ല എന്ത് പറ്റി. ഞാൻ ഓടി പിടിച്ച് പെട്ടെന്ന് മെഡിക്കോളേജ് ചെല്ലുമ്പോഴത്തേക്കും പുള്ളി ട്രോളിയെ കിടത്തിയപ്പോൾ നല്ല വീണിട്ട് സ്റ്റിച്ചിട്ടുകൊണ്ടിരിക്കുക. ഭയങ്കരമായിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു. എന്നിട്ട് ഈ സഹനത്തിൻ്റെ പുറത്ത് എൻ്റെ പുള്ളിക്ക് എന്തോ പറ്റി. പിന്നെ നോക്കിയപ്പോൾ ട്രോളിയിലിട്ട് കാലും കെട്ടിയിട്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ഈ സ്റ്റുഡിയൻ്റെ പുറത്ത് എനിക്ക് വട്ടിനോടുള്ള കാക്കി തീർക്കുക. എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല അവസ്ഥ. എന്നാൽ ഡോക്ടർ പറയണ്ടേ ഇത് വിഡ്രോൾസിൻ്റെ മോൻ എന്നോട് പറയുന്നില്ല. പക്ഷെ എനിക്കത് മനസ്സിലായി. പിന്നെ ഞാൻ കൂട്ടുകാരനെ വെച്ചിട്ട് എങ്ങനെ വിടാൻ കുടിക്കാൻ പൈസയൊക്കെ കാറിൽ കൊടുക്കാം. എനിക്കറിയില്ല. കാറിൽ പൈസ കൊടുത്തു ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചു. കുടിക്കാൻ എടുത്തതും കുടിച്ചില്ല, പുറത്തോട്ട് മറിഞ്ഞു വീണു. അതിൻ്റെ ഇതുകൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുവന്നു. ഇതെല്ലാമായി പിന്നെ പ്രാർത്ഥന എടുക്കും. 2 വർഷമായി ഇതുവരെയും കുടിക്കുന്നുണ്ട്. അധികാരം എല്ലാം നിർത്തി മെഡിക്കൽ കിടത്തിയിട്ട് പോലും മദ്യപാനം എടുത്തപ്പോഴാണ് വീണത്. കുടിക്കാൻ 1 മിനിറ്റ് താമസിച്ചുകൊണ്ടാണ് ഡോക്ടർ. അത് കുടിച്ചിരുന്നെങ്കിൽ അയാൾ വീഴത്തുമില്ല. ഈ കണ്ടിന്യൂസ് ഇങ്ങനെ പോയില്ല. ഹാൻസും പിന്നെ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അതൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. 6:15 അഭിഷേകം ചെയ്ത് ഇരട്ടക്കുട്ടികൾ ഉണ്ടാകട്ടെ എന്ന് എനിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിസ്റ്റർ രാവിലെ 7 വിളിച്ചു പറഞ്ഞു 4 വയസ്സിലൊരു കുഞ്ഞിൻ്റെ കാലില് അസ്ഥി വളരുന്ന മാറുന്നത് രണ്ടും എനിക്ക് തന്നെയാണ്. ഞാൻ പൂർണ്ണമായി സിസ്റ്റർ പറഞ്ഞത് മാറിക്കിട്ടുമ്പോൾ സാക്ഷ്യം പറഞ്ഞതാണ്. എനിക്ക് ഒത്തിരി പോകുന്നു. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. കഴിഞ്ഞ 6 മാസങ്ങളിലായി എൻ്റെ കാലിന് സുഖമില്ലായിരുന്നു, കാലുവേദനയായിരുന്നു. അതുകൊണ്ട് ഞാൻ പള്ളിയിൽ വരുമ്പോൾ മുട്ടുകുത്താറില്ലായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ഈ ദാനത്തിലൂടെ ഇന്ന് എനിക്ക് കുറച്ചു നേരം മുട്ടുകുത്താനായിട്ട് സാധിക്കും. സെക്കൻഡ് ഇയർ ആണ്. കുണ്ടയിൽ നിന്ന് വരുന്നു. എനിക്ക് പ്രാർത്ഥിക്കാനും ചാപ്പലിൽ വരാനും ഭയങ്കര മടിയായിരുന്നു. ഈ ദാനത്തിലൂടെ ഇന്നുമുതലായാലും ഞാൻ ചാപ്പലിലും പ്രാർത്ഥിക്കുകയും ചെയ്തു. എൻ്റെ പേര് സിസ്റ്റർ സേറ. ഞാൻ 3rd ഇയർ പഠിക്കുന്നു. ഈ 3 ദിവസം ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു. ഇപ്പം എനിക്കുള്ള ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ ഉണ്ടായിരുന്ന സന്തോഷം ഒന്നും കൂടെ കൂടിയെന്നുള്ളൊരു തോന്നല്, പ്രാർത്ഥിക്കാനുള്ള ഒരു ആവേശവും എല്ലാം ഒന്നും കൂടെ ഒരു കനലെല്ലാം കൂടി ആളിക്കത്തിപ്പിച്ച പോലെ. പിന്നെ ഈ അവസരത്തിൽ എനിക്ക് ഒരു കാര്യം കൂടെ ഇവിടെ സാക്ഷ്യപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ചെത്തിപ്പുഴ സിസ്റ്റേഴ്സിൻ്റെ ധ്യാന കേന്ദ്രത്തിൽ എൻ്റെ ആങ്ങളെയും ഭാര്യയും കൂടെ കഴിഞ്ഞ മാസത്തിൽ ധ്യാനത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ആങ്ങളെ ഒത്തിരിയേറെ വിഷമിച്ചിരിക്കുന്ന സമയമായിരുന്നു. അവൻ്റെ ജോലിയെല്ലാം പോയിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ പള്ളിയിൽ പോകാതായി. അങ്ങനെ ഒത്തിരിയേറെ വിഷമിച്ച സമയം. അങ്ങനെയാണ് അവൻ്റെ ധ്യാനത്തിന് പള്ളിയിൽ നിന്ന് വിട്ടത്. പള്ളിയിൽ വരുന്ന ആ സമയത്ത് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ വരുന്ന സമയത്ത് എൻ്റെ ഫോൺ വിളിച്ചറിയിക്കുമ്പോൾ അവനൊരു ജോലി കിട്ടി എന്നുള്ളൊരു ഫോണെ വരാവുള്ളതെന്ന് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ വന്ന് ഞാൻ ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് 1 മണിക്ക് 12:30 കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ 1 മണി ആകാനപ്പോൾ എനിക്ക് ഫോൺ വന്നിരിക്കുന്നത്. എൻ്റെ അനിയനെ വിളിച്ചത് ചേച്ചി 1:30 ഒരു 12:30 അവനവിടെ 12:30 വീട്ടിലെത്തി. 12:30 ഇവൻ കടയിലൊരു ബില്ലടിക്കാനായിട്ട് നിൽക്കുമായിരുന്നു. ആ കടയിൽ നിന്ന് അവന് ലീവ് എടുത്തുകൊണ്ട് എനിക്ക് ജോലി കൊടുത്തില്ല എന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ടെന്ന്. ആ ഓണർ തന്നെ ഇനി നീ ഇല്ലാതെ ഞങ്ങൾക്ക് കട മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, നിന്നെ തിരിച്ചു വിളിച്ചിരിക്കുന്നു എന്ന് ആ 1 മണി സമയത്തിനുള്ളിൽ അറിയിച്ചിരിക്കുന്നു. ആ ധ്യാനം കൂടി കഴിഞ്ഞ് ആ സാക്ഷ്യം ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ബയോപ്സി ഇട്ടപ്പം ക്യാൻസർ ആയിരുന്നു. എനിക്കിപ്പം MRI ചെയ്തപ്പോൾ എല്ലാം നോർമലാണ് ഡോക്ടർ. ഇവിടെ സിസ്റ്റം പറഞ്ഞു നോർമലാണ്. എൻ്റെ ആഗസ്റ്റിൽ നിന്നാണ്. ഞാൻ കട്ടപ്പനയിൽ നിന്ന് വരുന്നു. എനിക്ക് വർഷങ്ങളായിട്ട് 2-3 വർഷമായിട്ട് എനിക്ക് ഭയങ്കര ശ്വാസമുട്ടലായിരുന്നു. എനിക്ക് 1 കിലോമീറ്റർ പോലും നടന്നു പോകാൻ പറ്റിയില്ല. എന്തായാലും ശ്വാസമുട്ടലാണ്. ഞാൻ ബൈക്കിനെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്ക് കഴിവൊന്നും കളിക്കുന്നുണ്ട്. ഭയങ്കര ചുമയായിരുന്നു. ഇപ്പം എല്ലാം കുറവുണ്ട്. എൻ്റെ പേര് മെട്രിൻ. ഞാൻ വയനാട് നിന്ന് വരുന്നു. സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഇന്നലത്തെ ആരാധന സമയത്ത് തിരുവോസ്തിയിൽ മുൾമുടി ചൂടിയ ഒരു ഈശോയുടെ തിരുസ്വരൂപം എനിക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇന്നലെ എനിക്ക് ബൈബിൾ വായിക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഇന്നലത്തെ ആരാധനയുടെ സമയത്ത് എനിക്ക് ബൈബിൾ വായിക്കണം എന്നുള്ളൊരു കൂടുതൽ പ്രചോദനം നൽകി എന്നെ അനുഗ്രഹിച്ചത്. സ്റ്റുഡൻ്റാണ്. ചാത്തന്നൂരാണ് സ്ഥലം.
എനിക്കിവിടെ ധ്യാനത്തിന്റെ 1ാമത്തെ ദിവസം വന്നിരുന്നപ്പം ഭയങ്കര കാലുകഴുപ്പ് നടുവേദനയായിരുന്നു. അത് ഈശോ പൂർണ്ണമായിട്ട് മാറ്റി. പിന്നെ ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അവർക്കുണ്ടായിരുന്ന സങ്കടങ്ങൾ ഈശോ മാറ്റി.